നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾ കൂടി അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കുറച്ച് ക്യാബേജിൻ്റെ ലീവ്സ്, കുറച്ച് ക്യാരറ്റ്, ഒരു സവോള, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത്. നമ്മളൊരു 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്കുള്ള ആണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ലൈസറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യും. ഇപ്പോൾ ഈ സ്ലൈസർ ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്തു. കണ്ടില്ലേ, ഇത്രയും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട്. നമ്മൾ കത്തി വെച്ച് അരിയുവാണെങ്കിലും കൊത്തി കൊത്തി അരിഞ്ഞ് എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് ഗോതമ്പ് പൊടി അതിനകത്തേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കും. ഇനി അടുത്തതായിട്ട് ക്യാബേജിൻ്റെ ലീവ്സ് ഒരു 3 ലീഫോളം എടുത്തിട്ടുണ്ട് കേട്ടോ, 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് വേണ്ടിയിട്ട്. അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഈ സ്ലൈസർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ കറി വയ്ക്കാനൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട സാധനങ്ങളെല്ലാം ഇതിനകത്തിട്ട് സിമ്പിളായിട്ട് അരിഞ്ഞെടുക്കാവുന്നേ. ഉപയോഗിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പുതുതായിട്ട് മേടിച്ചതാണ്. ഇപ്പം ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം. ഇഞ്ചിയൊക്കെ ഒത്തിരി ഒന്നുമില്ല, ചെറിയ കഷ്ണം ഇഞ്ചിയേ ഉള്ളൂ. പിന്നെ മുളക് 2 എണ്ണം, പിള്ളേർക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള കാരണമാണ് 2 മുളക് നിർത്തിയത്. കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1-2 മുളകും കൂടി എക്സ്ട്രാ ചേർക്കാം. അത് നല്ല ഭംഗിയായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. ഉപ്പ് 1-1.5 ടീസ്പൂൺ ഉപ്പ് നമ്മൾ പാകത്തിന് ചേർക്കുക. കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നതാണ് നമ്മൾ ഈ വറുത്തെടുക്കുന്ന സാധനങ്ങൾക്കെല്ലാം ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ഒത്തിരി കട്ടിയിലും അല്ല ഒത്തിരി ലൂസിലും അല്ല, ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം തന്നെയാണ്. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് എണ്ണയ്ക്കകത്തേക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ്, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. ഞാൻ ഒരു പാനും കൂടെ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഫ്ലെയിമിൽ. നമ്മൾ ആ പാനയിൽ വെച്ച് ആദ്യമേ ഇതൊന്ന് നന്നായിട്ട് ഒരു പരത്തിയെടുക്കും. ചെറു കട്ടി തന്നെ കേട്ടോ. എടുത്തതിൻ്റെ ഏകദേശം പകുതിയോളം മാവ് ഈ പാനിനകത്ത് ഇപ്പം ഇട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന്, ചെറിയൊരു ഫ്ലെയിം ഉണ്ട് അതിൻ്റെ ഇടയിൽ, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടും. ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും അതൊന്ന് വാടിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കത് ചട്ടകം കൊണ്ട് നല്ല പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പം അത് വാടിയിട്ടുണ്ട്. പിന്നെ നമ്മളത് ചട്ടകം കൊണ്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല ഷേപ്പിൽ, നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ട് കട്ട് ചെയ്യാം.
അല്ലെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് അത് മുറിഞ്ഞു പോരും. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് വറുത്ത് കോരുകയാണ്. എണ്ണ ചൂടായി, എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഓരോന്നിട്ട് വറുത്ത് കോരുക. ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഏകദേശം ഒരു കൺട്രോൾ കാരണം കുഴപ്പമില്ല. എണ്ണയുടെ അളവനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. 5-6 പീസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ കരിഞ്ഞു പോകത്തൊന്നുമില്ല. റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പരിപ്പ് വടയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ക്യാബേജിൻ്റെയോ ക്യാരറ്റിൻ്റെയോ ഒന്നിൻ്റെയും ടേസ്റ്റ് പുറത്തേക്ക് അങ്ങനെ എടുത്ത് നിൽക്കത്തില്ല. പുറമേയൊക്കെ നല്ലൊരു ചെറിയൊരു ക്രിസ്പി ആയിട്ടിരിക്കും, അകത്തൊരിച്ചിരി സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. റെഡി ആയിട്ടുണ്ട്. ആ എണ്ണയുടെ തിളയൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പൊരിച്ച വഴിയെ തന്നെ കുറച്ച് പിള്ളേരൊക്കെ എടുത്ത് കഴിച്ചു. ബാക്കി ഇത്ര കിട്ടിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കേട്ടോ.